തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ഭരണം കാത്തുസൂക്ഷിക്കും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെരുവ് നായ്ക്കളെ 1 വർഷത്തിനും കൂട്ടിലടയ്ക്കും, വേസ്റ്റ് മാനേജ്മെന്റ് നടപ്പിലാക്കും, വെള്ളക്കെട്ട് പരിഹരിക്കും. 5 വർഷം കഴിയുമ്പോൾ സ്വന്തമായി വീട് സ്ഥലവും ഇല്ലാത്ത ഒരു വ്യക്തിയും തിരുവനന്തപുരത്ത് കാണില്ല. സുതാര്യമായ അഴിമതി രഹിത ഭരണം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും. തിരുവനന്തപുരത്ത് ആകെ 79,225 കുടുംബങ്ങൾക്കാണ് വീടില്ലാത്തത്. അതിൽ 48,093 വീടുകളും ലൈഫ് മിഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ലാതെ 5 ലക്ഷം വീടുകൾ കേരളം ഒട്ടാകെ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി 80% കേരളത്തിലുടനീളം 1027 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കി. ഇതിൽ മികവുറ്റ അംഗീകാരം കിട്ടിയത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതുപോലെ ഡോർ സ്റ്റെപ്പ് കളക്ഷൻ 87.37% പൂർത്തീകരിച്ചു. അതുപോലെ 133.5 കോടി രൂപയുടെ മാലിന്യ സംസ്കരണ പദ്ധതി കൂടി നടപ്പിലാക്കാൻ പോകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 80% വേസ്റ്റുകളും നിർജീവമാക്കി കഴിഞ്ഞു. പിന്നെ വെള്ളക്കെട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിനായി 200 കോടി രൂപയുടെ അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാമിനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. 75% ധനസഹായവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ തൽക്കാലം പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെരുവുനായ ശല്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടിയും പിടിച്ചടക്കാം. തിരുവനന്തപുരംകാരുടെ മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഒരു പൈപ്പിൽ നിന്ന് പോലും നമ്മൾ വെള്ളം എടുക്കാൻ നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ അവരെല്ലാവരും എടുത്തിട്ട് ശേഷം കഴുതകളുടെ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവന്മാരോടൊന്ന് ചോദിക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കക്കിച്ചിട്ടത് നക്കുന്ന പദ്ധതികൾ മാത്രമുള്ളൂ നിങ്ങളുടെ കയ്യിലെന്ന് നിങ്ങൾ ചോദിക്കണം. തലയ്ക്കകത്ത് ഈ മതഭ്രാന്തും വർഗീയതയും മാത്രമല്ല, കുറച്ച് ബോധം ഉണ്ടെങ്കിൽ, തലയ്ക്കകത്ത് ഇച്ചിരി ഞോളയുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചോദിക്കണം. വിഴിഞ്ഞം പോർട്ടിന് നരേന്ദ്രമോദി തന്ന വായ്പ തുക കണ്ട് നക്കാൻ ചെന്നവരല്ല ഇത്രയൊക്കെ പ്രതീക്ഷ മതി. അത് പിന്നീട് വൈബിലിറ്റി ഗ്യാപ് ഫണ്ടായിട്ട് ക്രമീകരിച്ചതും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇടപെട്ടിട്ടാണ്. ഇല്ലെങ്കിൽ കോവർ കഴുതകൾ ഭാരം ചോക്കും പോലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി മലയാളികൾ പണിയെടുക്കേണ്ടി വന്നേനെ. ഞങ്ങളുടെയൊക്കെ ഛർദിൽ നിന്ന് ജീവിക്കാതെ നീയൊക്കെ എന്തെങ്കിലും ഒരു പദ്ധതി മോദിയുടെ അടുത്തുനിന്ന് മേടിച്ചോണ്ട് പോവാ. ജനങ്ങളുടെ വയറ്റത്തടിച്ച് കോടികൾ ബോണ്ട് മേടിച്ചു കൂട്ടി വെച്ചിട്ടില്ല, എല്ലാം ഇങ്ങ് പുറത്തേക്ക് എടുക്ക്. ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെലവാക്കുന്നതിന് നിനക്കൊക്കെ എന്താണ് ഇത്ര വിമ്മിഷ്ടം? പിണറായി സർക്കാർ കക്കി വെച്ചത് മാത്രമേ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് ഇറങ്ങുള്ളൂ.